ഞാൻ അജിത് സുകുമാരൻ. എൻ്റെ 30ഓളം ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുത്തിയ പുസ്തകമാണ് കള്ളനും പോലീസും. സോളാർ. പുലർവേളകളിൽ കൂട്ടം കൂടിയൊരു നടപ്പുണ്ട്. നടത്തത്തിനിടയിൽ കഥകളും തമാശകളും പറഞ്ഞ് ഇത് എഴുതിത്തരാൻ എത്ര വർഷം എടുക്കും? ഇത് എഴുതിത്തരാനായിട്ട് എത്ര വർഷം എടുക്കും? ഇതൊരു ഒരു വർഷത്തിനകത്ത് എഴുതി തീർന്നതാണ്. ഒരു വർഷത്തിനകത്ത് എഴുതിയ ഓർമ്മക്കുറിപ്പുകളാണ്. അതല്ല, ഒരു വർഷം കൊണ്ട് എഴുതി. അതെ. സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പരസ്യ ബുക്സ് തുടങ്ങുമ്പോൾ അതിൻ്റെ 6 മാസമായി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് സാധിക്കും. ഇപ്പോൾ അജിത്തിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം ഭാവങ്ങളുണ്ടോന്ന് എനിക്ക് എൻ്റെ സംശയത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരുന്നോ എന്നുള്ളതല്ലേ. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലീസ് PK സുരേഷ് അതിനേക്കാൾ വേദനയാണ്. അത് കഷ്ടപ്പെട്ട് എഴുതിയ പ്രിയപ്പെട്ട അജിത്ത് തന്നെ സന്തോഷിനെ നൽകിക്കൊണ്ട് പുസ്തകത്തിന്റെ പ്രകാശനം ചരിത്രത്തിൽ ആദ്യമായി ഒരു പുതിയ തരത്തില് ചേർന്നേക്ക്. ഹലോ ഹലോ. പോലീസും എല്ലാവരും വാങ്ങിച്ചിട്ടേ പോകാവുള്ളൂ. അജിത്തേട്ടൻ വേദിയിലുള്ള ആകമാനം മാതൃഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിനാചരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അജിത്തേട്ടൻ എഴുതിയിട്ടുള്ള ഈ പുസ്തകം അതിമനോഹരമായിട്ടുള്ള 30 ചെറു വിവരണങ്ങളടങ്ങിയ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിക്കൊണ്ടിരുന്നതാണ് കുറേ നാളുകളായി. അപ്പം അതിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ള, അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ആകർഷകമായിട്ടുള്ള 30 ചെറു വിവരണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആളുകൾ ജയിലിലാണ് ജോലി ചെയ്തത് 30 വർഷക്കാലം. എൻ്റെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ മുതലാണ് അദ്ദേഹത്തെ ഞാൻ പരിചയത്തിലേക്ക് വരുന്നു. അപ്പം ഞങ്ങളുടെ ബന്ധം പലപ്പോഴും ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ആ സമയത്ത്. അങ്ങനെയാണ് ഞാൻ അജിത്തേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പോസ്റ്റുകൾ വായിക്കാൻ തുടങ്ങുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ജോബാണ് അത്. മനുഷ്യനിലുള്ള എല്ലാ തരളതകളെയും അവസാനിപ്പിക്കും. കാക്കി എന്ന് പറയുന്നത് ഒരു നിറം അല്ല. നമുക്ക് നിറങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള മഴവില്ലുകളുടെ നിറങ്ങൾ, പ്രകൃതിയിലെ നിറങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ, പല നിറങ്ങൾ കൂടിച്ചേരുമ്പോൾ പുതിയൊരു നിറം. ജയിലിൽ നടത്താൻ വേണ്ടി കണ്ണൂർ പോയപ്പോ സന്തോഷം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സന്തോഷം, ഞാനിവിടെ ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങി ഓരോ സെല്ലുകളും പോയി കണ്ട് ഒരു സെല്ലിന്റെ ഭാഗത്ത് ചെന്നപ്പോൾ പുള്ളി അതിന്റെ ചുവരിൽ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു കവി ഉണ്ടായിരുന്നു തിരുവനന്തപുരം പള്ളിയിൽ നിന്നൊരു ചെറിയ ലേഖനമുണ്ട്.
അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അച്ഛൻ എന്നും പുലർച്ചെ നടക്കാനിറങ്ങും. ഷർട്ടും മടക്കി കുത്തിയ വെള്ളമുണ്ടും ദീർഘമായ ആർമി സേവനം നേടിക്കൊടുത്ത അച്ചടക്കം, ചിട്ട ഒക്കെ നടപ്പിലുണ്ട്. വൃശ്ചികത്തിൽ വീട്, വയലോരം, കാവ, കുളം, കൈത്തോടൊക്കെ മഞ്ഞ് പുതച്ച് കുളിരണിയുമ്പോൾ കഴുത്തേര് മഫ്ലർ കാണും. ലേയിലെ ലഡാക്കിലെ മരം കോച്ചുന്ന തണുപ്പിൻ്റെ ഓർമ്മപ്പെട്ട് മഞ്ഞിലും മഴയിലും നടപ്പിന് മാറ്റമില്ല. ഈടിക്കയ്യാലെ കയറി ഇറങ്ങി പുരയിടമാകെ കണ്ണോടിച്ച് വയൽവരമ്പിലൂടെ ഒന്ന് ചുറ്റി തിരികെ വീടണയുമ്പോൾ വേരോട് പിഴുതെടുത്ത ഒരടി നീളമുള്ള 3-4 മഴത്തണ്ടൻ കയ്യിൽ കാണും. ഒരു പോലീസിനായി ഇതിൽ പറയുന്നു. ആ സംഭവം എത്ര നേരം ഓർക്കും. അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ. മഴത്തണ്ടൻ മനോജ്ഞമാണ്. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ കാത്തിരിക്കുന്ന അജിത്തിന്റെ വാക്കുകൾക്കാണ് എന്തുകൊണ്ട് അജിത്ത് ഇങ്ങനെ ഒരു പുസ്തകം എഴുതി. അജിത്തിന് എഴുതാതിരിക്കാൻ പറ്റില്ല, കാരണം അജിത്തിന്റെ ഉള്ളിൽ നല്ല എഴുത്തുകാരനുണ്ട്, നല്ല ഭാഷയുണ്ട്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളത് സുഹൃത്തുക്കളുടെ നിലയിൽ, ബന്ധുക്കളുടെ നിലയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. നമ്മൾ വായിക്കുക, വായിച്ചിട്ട് അഭിപ്രായം പറയുക. അടുത്ത് നമുക്ക് അജിത്തിന്റെ വാക്കുകൾ കേൾക്കാം. മറുവാക്കിനായി അജിത്തിന് ക്ഷണിക്കുന്നു. ഏതായാലും ശാന്ത ചേച്ചി പുസ്തകം സ്വീകരിച്ച സന്തോഷ്, എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ്, ഇവിടെ എത്തിച്ചേർന്ന് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്ന എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും ഓർത്തപ്പോഴ് ദീർഘകാലത്തെ പട്ടാള സേവനത്തിന് ശേഷം നാട്ടിൽ മടങ്ങി വന്ന അച്ഛൻ രാവിലെകളിൽ ഒരു എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും കൊടുക്കുന്നത്. വെള്ളം മുണ്ടുമൊക്കെ ഉടുത്തൊരു ഷർട്ടും ഒക്കെ ഇട്ട്, ചിലപ്പോൾ കഴുത്തിലൊരു മഫ്ലർ കാണും, അതുമൊക്കെ ചുറ്റി ഇറങ്ങി പാടവരമ്പിലൂടെയും പുരയിടത്തിലൂടെയും ഒക്കെ ഒന്ന് റൗണ്ട് അടിച്ചൊരു നടപ്പുമൊക്കെ കഴിഞ്ഞ് ഒരു വരവുണ്ട്. മിക്കവാറും വരുന്ന ഗ്രാമപ്രദേശമല്ലേ, കയ്യിൽ ഒരടി നീളമുള്ള നല്ല മഴത്തണ്ടൻ കൂണ് 3-4 കയ്യിൽ കാണും. അപ്പോൾ പിന്നീട് ഓരോരോ കാര്യങ്ങളെ പറ്റി എഴുതണമെന്ന് തോന്നി. അപ്പോഴാണ് പണ്ട് പാലക്കാട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഹായ് കേൾക്കാൻ ചാടി പിടിച്ച് അതിന് പോയി. അങ്ങനെ പോലീസായി. അങ്ങനെ ആദ്യത്തെ ജീവിതത്തിൽ ആദ്യമായിട്ട് മലമ്പുഴ പോകുന്ന മലമ്പുഴ എസ് ഐ ആയിട്ടാണ്. അവിടെ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ടൗണിൽ പോസ്റ്റ് ചെയ്തു. ടൗണിൽ ഇരിക്കുന്ന ഒരു ദിവസം വൈകിട്ട് SP വിളിച്ചു, ഡോഗിനെ ഒന്ന് കാണണം. റാണി എന്ന് പേരുള്ള ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഡോഗാണ്. അതിനെ കണ്ട ആരും നോക്കി നിന്നു, അത്ര ഗംഭീര രൂപിണിയാണ്. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടി, റാണി ഉൾപ്പെടെ ഞങ്ങൾ 3 പോലീസും റാണിയും കൂടെ പരിശോധന ആരംഭിച്ചു. എല്ലാം ചെക്ക് ചെയ്ത് KK എക്സ്പ്രസിനകത്തെ ഓരോ ബോക്കിയിലും അങ്ങനെ കയറി അങ്ങനെ പോകുമ്പോൾ ട്രെയിൻ സ്റ്റാർട്ടായി. ട്രെയിൻ വിട്ടു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, സാറേ ട്രെയിൻ വിട്ട്, ഇതെന്ത് പണിയാണ്, ട്രെയിൻ ഇങ്ങനെ വിടുന്നത് എന്താ, ശരിയാണോ? അപ്പോഴത്തേക്ക് ട്രെയിൻ നീങ്ങി തുടങ്ങി കഴിഞ്ഞു. അപ്പം ആൾക്കാർ പറയുന്നുണ്ട് ചെയിൻ പിടിച്ചു നിർത്താൻ. ഇതിലേക്ക് ബോംബ് പുല്ലാണെന്നുള്ള മട്ടില് ട്രെയിൻ കോയമ്പത്തൂരിന് പോയിരിക്കുക. അവസാനം ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂർ ഇറങ്ങി, കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരക്കുമ്പോഴേ ഉടനെ ഇനി പാലക്കാടിന് ട്രെയിൻ ഇല്ല. പിന്നെ ഒരുപാട് പഴയ കാലമല്ലേ, എപ്പോഴും ട്രെയിൻ ഇല്ല. പിന്നെ ഉടനെ ടാക്സി പിടിച്ച് അന്നത്തെ കാലത്ത് 600 രൂപ ടാക്സി കൂലി കയ്യിൽ നിന്ന് കൊടുത്ത് ഞങ്ങൾ തിരിച്ച് പാലക്കാട് എത്തി. ഇന്നും ശ്രീകണ്ഠേശ്വരത്തിന്റെ ചെറുമകൾക്ക് മലയാളം അറിയില്ല, വടക്കേന്ത്യയിലാണ്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇന്ന് നമ്മുടെ മാതൃഭാഷാ ദിനം കൂടിയാണ്. ഇംഗ്ലീഷ് പ്രൊഫസർ ആണെങ്കിലും മലയാളം നല്ല വശമാണ്, നന്നായിട്ട് പറഞ്ഞു തരും. അദ്ദേഹം ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ പിന്നെ എഴുതും, മാറ്റി എഴുതും, പിന്നെ എഴുതും. അങ്ങനെയൊക്കെ എഴുതി കുറേ ആയിക്കഴിഞ്ഞപ്പോഴേ ഈ പ്രിയപ്പെട്ട സന്തോഷാണ്. പലരും എന്നോട് പറഞ്ഞു, സുഹൃത്തുക്കൾ പലരും പറഞ്ഞു, ഇത് പുസ്തകമാക്കാൻ പറ്റുമെങ്കിൽ ആക്കാൻ നോക്കണം. ഞാനൊക്കെ എഴുതുന്ന വായിച്ച ബാഗ്
നല്ല വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചു. ഒരാൾ വരുന്നു. അതെ അതെ ശരി. രമേശ് ഞാൻ കണ്ട